ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു പള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റമദാൻ 17 അല്ലേ, അപ്പോൾ ഒരു ബദരീങ്ങളുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയാണ്. $15 കിലോ ബീഫുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം കേകി വൃത്തിയാക്കുക. അടുപ്പ് ചെറിയ ഒരു ഫ്ലെയിമിൽ കത്തിക്കുക. എന്നിട്ട് ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഒന്നര കിലോ ചെറിയ ഉള്ളി കൊടുക്കുക. 15 കിലോയിലേക്ക് 1.5 കിലോ ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതിട്ട് കൊടുക്കുക. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല, ആ കഴുകിയ വെള്ളം തന്നെ അതിലുണ്ടാവും. ഇനി കല്ലുപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി, ഇതൊന്നൊരു സ്പൂണിൻ്റെ അളവല്ല കേട്ടോ, ഇതൊക്കെ ഒരു കൈയിൽ പിടിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഉലുവ, ഇത്ര മാത്രമേ ഉള്ളൂ. തക്കാളി വലിയ ഉള്ളി ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മല്ലിപ്പൊടി, ഉലുവ, ചെറിയ ഉള്ളി, അതാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അത് സാധാരണ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വെച്ചിട്ട് അതങ്ങനെ ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ തിളച്ച് വരട്ടെ. ഇപ്പുറത്ത് ഞാൻ പൊറോട്ടക്കുള്ള മാവ് കുഴക്കുന്നുണ്ട്. പൊറോട്ട ചുടുന്നത് പിന്നെ എല്ലാവരും കണ്ടതാണല്ലോ. റമദാൻ 17 എല്ലാ വർഷവും ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ റൂമിൽ നടത്താറുണ്ട്. സൗദി അറേബ്യയിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ആഘോഷങ്ങളൊന്നും അനുവദനീയമല്ല. അപ്പോൾ പലരും ഇങ്ങനെ രഹസ്യമായിട്ടാണ് നടത്താറുള്ളത്. പൊറോട്ടൻ്റെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് അതൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു ഭാഗത്തായിട്ട്. ഇടയ്ക്കിടെ ഒന്ന് ബീഫ് ഇളക്കി കൊടുക്കാനുണ്ട്. ഇനി പൊറോട്ടൻ്റെ മാവ് ബോളാക്കി മാറ്റുകയാണ്. നമ്മളിതിൽ വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല, എന്നിട്ടും വെള്ളം കണ്ടില്ല.
അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. ആ ചെറിയ തീയിലങ്ങനെ വെച്ച് ഇനി പൊറോട്ടൻ്റെ ബോൾ നമ്മൾ വീശിയെടുക്കുകയാണ്. ഇതൊക്കെ പിന്നെ എല്ലാവരും കണ്ടതാണ്, എന്നാലും ഒന്ന് കാണിക്കാന്നുള്ളൂ. ഈ ഒരു ബീഫ് വെന്ത് വരാൻ നമുക്ക് 3.5 മണിക്കൂർ ടൈമായി കേട്ടോ. 10 കിലോനൊക്കെ വേണമെന്നെങ്കിൽ ഇത് വെന്ത് വരുള്ളൂ, കുറച്ചായാലും വേവില്ല. അപ്പോൾ ഇത്ര അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ